തിരിച്ചറിയണം. സുവിശേഷം എത്തുന്നതിന് മുമ്പ് ഈ നാട് ഇങ്ങനല്ലായിരുന്നു. മിഷണറിമാർ എത്തുന്നതിന് മുമ്പ് ഈ നാട് ഇങ്ങനല്ലായിരുന്നു. ഈ സുവിശേഷം ഈ രാജ്യത്തെത്തിയത് കൊണ്ടാണ്, ബൈബിൾ ഈ രാജ്യത്തെത്തിയത് കൊണ്ടാണ്, ബൈബിൾ തിരുവനന്തപുരത്തെത്തിയത് കൊണ്ടാണ്, ബൈബിൾ കേരളത്തിലെത്തിയത് കൊണ്ടാണ്. ഈ നാടിനെ ആധുനീകരിച്ചത് സുവിശേഷമാണ്. ഈ രാഷ്ട്രത്തെ പുനർനിർമ്മാണം ചെയ്തത് സുവിശേഷമാണ്. ഈ രാജ്യത്തെ മാറ്റിമറിച്ചത് സുവിശേഷമാണ്. അന്ധകാരങ്ങളുടെ മാറാപ്പുക മാറ്റി നാടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ബൈബിളാണെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഇരുളടഞ്ഞ നാടായിരുന്നു ഈ രാജ്യം. ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന, ലോകത്തൊരു രാജ്യത്തുമില്ലാത്ത അറിവിന്തിരിപ്പൻ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന നാട്. കാളയ്ക്കും കഴുതിക്കും ഈ റോഡിലൂടെ പോകാം. മനുഷ്യൻ നിഷേധിക്കപ്പെട്ടിരുന്നു. നായ്ക്കും നരിക്കും പൊതുക്കണക്കിലെ വെള്ളം കുടിക്കാം. മനുഷ്യൻ നിഷേധിക്കപ്പെട്ടിരുന്നു. അവകാശങ്ങളും ആരാധനയും അക്ഷരവുമെല്ലാം നിഷേധിക്കപ്പെട്ട് സമൂഹത്തിന്റെ അരികിലേക്ക് അരിവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യ പേക്കോലങ്ങളുടെ നാടായിരുന്നു ഈ നാട്. അന്ധവിശ്വാസങ്ങളുടെ തടവറയിലേക്ക്, അനാചാരങ്ങളുടെ തടവറയിൽ കടന്ന് കൈകാലുകൾ തടിച്ച ഒരു നാടായിരുന്നു ഈ നാട്. ഈ നാട്ടിൽ സുവിശേഷത്തിന്റെ വചനം, ഈ ബൈബിളുമായി മിഷണറിമാർ എത്തിയത് കൊണ്ടാണ് നിങ്ങൾ വസ്ത്രം ധരിച്ച് പന്തനകത്തിരിക്കുന്നത്, ഈ റോഡിലൂടെ നടന്നു പോകുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്ത് കയറാൻ മനുഷ്യന് അനുവാദമില്ലായിരുന്നു. അടിമകളെ വിറ്റ നാടായിരുന്നു ഇത്. ആ തരത്തിലേക്ക് അടിമകളെ പോലും കച്ചവടം ചെയ്ത് ഈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അടിമത്തത്തെ തകർത്ത സുവിശേഷത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ഇന്ന് രാത്രി ഞങ്ങളെ പ്രാപ്തരാക്കിയത് ബൈബിളിനോടുള്ള പ്രതിബദ്ധതയാണ്, സുവിശേഷത്തോടുള്ള പ്രതിബദ്ധതയാണ്. ബൈബിൾ വന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഉന്നത കുലന്മാർക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസം. ഉന്നത കുലജാതകർക്ക് മാത്രം വിദ്യാഭ്യാസം കുത്തകയായി വെച്ചിരിക്കുമ്പോൾ പാവപ്പെട്ടവന് വിദ്യാഭ്യാസം നൽകി. പള്ളി പണിയാനല്ല മിഷണറിമാർ വന്നത്, പള്ളിയോടുകൂടി പള്ളിക്കൂടങ്ങൾ പണിതു. ആ പള്ളിക്കൂടത്തിൽ പോയത് കൊണ്ടാണ് പൽപ്പ് ഡോക്ടർ പൽപ്പുവായത്. കൂടത്തിൽ പോയത് കൊണ്ടാണ് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ആയത്. ആ പള്ളിക്കൂടത്തിൽ പോയത് കൊണ്ടാണ് കെ.ആർ. നാരായണൻ രാഷ്ട്രപതിയായത്. ആ പള്ളിക്കൂടത്തിൽ പോയത് കൊണ്ടാണ് AK ബാലനും ജയലക്ഷ്മിയും മന്ത്രിമാരായത്. ഇന്ന് രാത്രി തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത് മതം മാറ്റമല്ല, ആളുകളെ മനസ്സ് മാറ്റുന്ന, സാംസ്കാരികമായ നവോത്ഥാനം ഉണ്ടാകുന്ന, ഈ നാടിനെ ഉഴുതുമറിച്ച നവോത്ഥാനത്തിന്റെ ചരിത്രം വേദപുസ്തകത്തിന്റെ ചരിത്രമാണെന്ന് രാത്രി തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് സംവാദമുണ്ട്, ഈ വേദിയിൽ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസമെങ്കിൽ മാത്രമാണോ? നിങ്ങൾക്കറിയാമോ, ഇവിടെ ലിപി ഉണ്ടായി, ഇവിടെ വ്യാകരണമുണ്ടായി, ഇവിടെ നിഘണ്ടുവുണ്ടായി. വില്യം കേറി എന്ന് പറയുന്ന മിഷണറി 41 ഭാഷകൾക്കാണ് ലിപി ഉണ്ടാക്കിയത്. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമോ? നിങ്ങൾ മാറുമറിച്ചുകൊണ്ട് ഈ പന്തനകത്തിരിക്കുന്നു. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ വസ്ത്രം ധരിക്കാൻ സമരം ചെയ്ത നാടാണിത്. 1820 മുതൽ 1850 വരെ മാറുമറയ്ക്കാൻ സമരം ചെയ്ത നാടാണ്. നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല. മാറുമറിച്ച് റോഡിലൂടെ പോയ ജാക്കറ്റ് വലിച്ചു കീറും, വസ്ത്രം വലിച്ചു കീറും. അതിനെതിരെ മനുഷ്യത്വരഹിതമായ, മനുഷ്യത്വവിഹീനമായ ആ സമ്പ്രദായത്തിനെതിരെ ലണ്ടൻ മിഷണറിമാർ, ചാൾസ് മീഡിനെ പോലെ, വില്യം തോബിയാസ്, റിങ്കിൾ ടോബിനെ പോലെയുള്ള മിഷണറിമാർ കൽക്കുളത്ത് സമരം നടത്തി, ബാലരാമപുരത്ത് സമരം നടത്തി, നെയ്യാറ്റിൻകരയിലും വെങ്ങാനൂരും ഊരുട്ടമ്പലത്തും സമരങ്ങൾ നടത്തി. കണ്ടല ലഹള, കൽക്കുളത്തെ ലഹള നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ. അതൊക്കെ ചെയ്ത മിഷണറിമാരാണ്. 1903 SNDP രൂപീകരിച്ചത്. 1904 സാധുജന പരിപാലന യോഗം രൂപീകരിച്ചത്. 1926 വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടായത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. 1936 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. പ്രിയമുള്ള, എന്നാൽ ഇതിനൊക്കെ മുമ്പ് 1820കളിൽ ഇന്ത്യ കണ്ട ആദ്യത്തെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള സമരം മിഷണറിമാരാണ് തുടക്കം കുറിച്ചതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. വസ്ത്രം ധരിച്ചുകൊണ്ട്, മാറുമറച്ചുകൊണ്ട് ഈ റോഡിലൂടെ യാത്ര തിരിക്കുമ്പോൾ നാടിന്റെ പ്രതിബദ്ധത, ഈ നാടിന്റെ പ്രതിബദ്ധത വേദപുസ്തകത്തിനോടാകണം. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകൾ ഇതുപോലെ അധപ്പതനം സഹിക്കുന്ന നാടില്ല. നാടാ സ്ത്രീകൾ മാത്രമല്ല, നായ സ്ത്രീകൾ പോലും എന്ത് അധപ്പതനമായ വീടിനാഭങ്ങളിൽ സംബന്ധത്തിന്റെ പേരിൽ, ബഹുഭർത്തൃത്വത്തിന്റെ പേരിൽ ഇതുപോലെ അധപ്പതനം അനുഭവിച്ച നായ സ്ത്രീകൾ പോലും, നമ്പൂതിരി സ്ത്രീകൾ പോലും അപമാനിക്കപ്പെട്ടിരുന്നു. അവര് വസ്ത്രം ധരിച്ചിരുന്നത് പുറത്തിറങ്ങൽ മാത്രമാണ്.
നാലുകെട്ടിനകത്തില്ലായിരുന്നു. ദൈവങ്ങളുടെ മുമ്പിൽ മാറുമറക്കില്ലായിരുന്നു. സ്ത്രീകൾ ഇതുപോലെ അധപ്പതനം അനുഭവിച്ചൊരു നാട് വേറെ ഇല്ലായിരുന്നു. തിരണ്ടുകുളി, പുളികുടി, തിരണ്ട് കല്യാണം, സ്മാർത്ത വിചാരം, വിധവ, സതി എന്നെല്ലാം സമ്പ്രദായങ്ങളാണ് പ്രിയമുള്ളവരെ നടന്നിരുന്നത്. തലയ്ക്ക് കരം കൊടുക്കണം, ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം കരം കൊടുക്കണം. അങ്ങനെ കരം കൊടുക്കാൻ വന്നവരുടെ മുമ്പിൽ സ്വന്തം മാരടം മുറിച്ച് ഇലക്കകത്ത് വെച്ച് കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റായ നങ്ങേലിയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആലപ്പുഴയിൽ നിന്നും. ഈ ലോകത്ത് എവിടെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ നാട്ടിൽ അത് നടന്നിട്ടുണ്ട്. അത്രയ്ക്ക് വികൃതമായ വിഷലിപ്തമായ സാമൂഹ്യ വ്യവസ്ഥിതി നടന്നിരുന്ന ഒരു നാട്ടിലാണ് ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത്. അത്തരത്തിലൊക്കെ നാടിനെ മാറ്റിമറിച്ചത് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അത് സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വിഷയം നവോത്ഥാനമാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരമാണ്, സാംസ്കാരികമായ മുന്നേറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ കല്ലെറിയത്തില്ല, ഞങ്ങൾ വഴിതടയത്തില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര് മദ്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഒരു മുന്നേറ്റമാണ് ഞങ്ങളുടെ മുന്നേറ്റം. അല്ലാതെ ഒരിടത്ത് ഷാപ്പ് നടത്തുകയും വേറെടുത്ത് മദ്യവർജന പ്രസ്ഥാനം നടത്തുന്ന ആളുകളല്ല. ഇതിനകത്തൊരു കാര്യം വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവരാരും മദ്യപിക്കത്തില്ല, ഒരു പുകയെടുക്കാത്തവരാണ്, ഒരു ഗ്ലാസ് കുടിക്കാത്തവരാണ് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര്. ഒരു നൂറ്റാണ്ടായി എന്നധികമായി ലഹരിയിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന മുന്നേറ്റം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ ബദലാത്മീയത, ഇതിന് പകരം വെക്കാൻ ബദലാത്മീയത ഏതാണ്? ഇതിന് പകരം വെക്കാൻ ഫിലോസഫി ഏതാണ്? വളരെ വ്യക്തമായി വിളിച്ചു ചോദിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, സംസ്കൃതത്തെ യൂറോപ്പിന് പരിചയപ്പെടുത്തിയ മിഷണറിമാരാണ്. ഇതറിയാത്തവരാണ് ആധികാരികത പ്രസംഗിക്കുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞു, ഇവിടെ വന്ന സകല മിഷണറിമാര് സംസ്കൃത പണ്ഡിതന്മാരാണ്. വില്യം കേറി സംസ്കൃതം പഠിപ്പിച്ച പ്രൊഫസറായിരുന്നു. ഹംഗേറിയൻ മിഷൻ അർണോസ് പാതിരി സംസ്കൃത പണ്ഡിതനായിരുന്നു. 4 വേദങ്ങൾ അദ്ദേഹത്തിന് ബൈഹാർട്ട്, 5ാം വേദവട്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്. അദ്ദേഹം കാവ്യാണ് ധരിച്ചിരുന്നത്. അർണോസ് പാതിരി ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം അദ്ദേഹത്തിൻ്റെതാണ്. നിങ്ങൾക്കറിയാമോ, പദ്യമാണ് സാഹിത്യം നിന്നിച്ചെടുത്ത് 4 സുവിശേഷങ്ങൾ പുറത്തിറക്കി. ആദ്യത്തെ ഗദ്യം ബൈബിളാണെന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് മിഷണറിമാരാണ് കൊണ്ടുവന്നത്. ഇന്ന് ഈ നാടിനോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, രാമായണവും മഹാഭാരതവും ഇംഗ്ലീഷിലേക്ക്, സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സെറാംപൂർ മിഷണറിമാരാണ്. എന്താ നിങ്ങൾ സ്തോത്രം പറയാത്തത്? ഇതറിയാതെയാണ് പലരും നാട് കിടന്ന് പ്രസംഗിക്കുന്നത്. സംസ്കൃതം പോലും ലോകത്തിന് പരിചയപ്പെടുത്ത സുവിശേഷൻ മിഷണറിമാരാണ്. മുഴുവൻ മിഷണറിമാരും സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു. ഹെർമൻ കുന്നട്ടും മെഞ്ചുണ്ടയിലും അർണോസ് പാതിരിയും വില്യം കേറിയും എല്ലാം പണ്ഡിതന്മാരായിരുന്നു, സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാടിനെ കളങ്കപ്പെടുത്തിയത് സുവിശേഷമല്ല, ഈ നാടിനെ പരുവപ്പെടുത്തിയത് സുവിശേഷമാണ്. ഈ നാടിന് വെളിച്ചം നൽകിയത് സുവിശേഷമാണ്. എത്ര പേർ വിശ്വസിക്കുന്ന കാര്യം പഠിച്ചത് സ്വതന്ത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവനന്തപുരത്തിന് വ്യത്യാസം നൽകിയത്, കേരളത്തിന് വ്യത്യാസം നൽകിയത്, നാടിന് വികസനം നൽകിയത് പ്രൈസ് ദി ലോർഡ് മതം താരാട്ടുപാടി ഉറക്കിയ മനുഷ്യവർഗത്തെ ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സുവിശേഷമാണ്. ഈ സുവിശേഷം എവിടെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെ അടിമത്തം തകർന്നിട്ടുണ്ട്, ജന്മിത്വം തകർന്നിട്ടുണ്ട്. ആളുകൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. ആ മനുഷ്യാവകാശത്തിന്റെ പ്രകടന പത്രിക, ആ പൗരാവകാശത്തിന്റെ പടകധ്വനിയ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഈ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ മാനവികമായ സന്ദേശം ഏതാണുള്ളത്? ഇതുപോലെ മാനവികമായ സന്ദേശം എവിടെയാണുള്ളത്? അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു മതപ്രസംഗമാണ് നിങ്ങൾ ചിന്തിക്കരുത്. മാനവികതയുടെ സന്ദേശമാണ്. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന, നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പേരോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞങ്ങൾക്ക് വിഷയമല്ല. ഇന്ന് രാത്രി നിങ്ങൾ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുപോലും വേദപുസ്തകം വായിച്ചപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഗ്ലോബിലെ 700 കോടി ജനതയും ഒരു രക്തത്തിൽ നിന്നുളവായി എന്ന് പറയുന്ന ഏക ഗ്രന്ഥം ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാളെ തലയിന്നും ഒരാളെ കാലിന്നുമല്ല, സൃഷ്ടിപ്പോലും സമത്വമാണ്. ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചവരെ. സൃഷ്ടിപ്പിൽ പോലും സമത്വമാണ്. ഇന്ന് രാത്രി കാര്യം തിരിച്ചറിയണം. എല്ലാവരും ഒരു രക്തത്തിൽ നിന്നുളവാക്കി. അതാണ് ബൈബിളിന്റെ മാനവികത. ഒരേ ഒരു ദൈവം, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു കർത്താവ്, ഏക മധ്യസ്ഥൻ, ഏക രക്ഷകൻ, ഏക ജനത, ഏക ബൈബിൾ. ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച മാർഗം അത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിടുകയാ. ഇതെവിടെല്ലാം ചെന്നിട്ടുണ്ടോ
വലിയ മാറ്റങ്ങളാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. പ്രൈസലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ പറയട്ടെ, ഈ സംസ്കാരത്തെ പരിപോഷിപ്പിച്ചത് ബൈബിളാണ്. പ്രൈസലോ. അതുകൊണ്ട് ഈ ബൈബിൾ എവിടെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെല്ലാം മാറ്റങ്ങളാണ്, അവിടെല്ലാം വ്യത്യാസങ്ങളാണ്. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ.